കൊല്ലം അഞ്ചലിൽ മൊബൈൽ കടയിൽ മോഷണം നടത്തിയ ദമ്പതികൾ അറസ്റ്റിൽ. അഞ്ചൽ കരൂക്കോൺ സ്വദേശി നാസിം സുൽത്താൻ, ഭാര്യ ആര്യ എന്നിവരാണ് പിടിയിലായത്. മോഷണം നടത്താൻ സഹായിച്ച കടയിലെ ജീവനക്കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അഞ്ചൽ മുക്കടയിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ മാൾ എന്ന മൊബൈൽ ഷോപ്പ് കുത്തിത്തുറന്ന പണവും ഫോണും അപഹരിച്ചത്. 2 ലക്ഷത്തോളം രൂപയും മൊബൈൽ ഫോണുകളുമാണ് മോഷ്ടിച്ചത്. വളരെ ആസൂത്രിതമായിട്ടാണ് പ്രതികൾ മോഷണം നടത്തിയത്. കടയിൽ തന്നെയുള്ള ഒരാളുടെ സഹായത്തോടെയാകാം മോഷണം നടത്തിയതെന്ന് പോലീസ് മനസ്സിലാക്കിയതോടെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. അങ്ങനെയാണ് മൊബൈൽ ഷോപ്പിലെ ജീവനക്കാരനും ചണ്ണപ്പെട്ട സ്വദേശിയുമായ അഭിഷേകിന്റെ പങ്ക് വ്യക്തമായത്. തുടർന്നാണ് മോഷണത്തിന്റെ ചുരുളഴിഞ്ഞത്. അഭിഷേകിന്റെ ബന്ധുവായ ആര്യയും നാസിം സുൽത്താനും അടുത്തിടെയാണ് വിവാഹിതരായത്. ദമ്പതികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. തുടർന്ന് അഭിഷേകുമായി ചേർന്ന് മോഷണം നടത്താൻ പദ്ധതിയിടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പുലർച്ചെ കടയ്ക്ക് സമീപം കാറിലെത്തിയ ഇവർ കടയുടെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് മുൻവശത്തെ ഗ്ലാസും ഷട്ടറും തുറന്ന് കടയ്ക്കുള്ളിൽ കയറി. ശേഷം മേശയിൽ സൂക്ഷിച്ചിരുന്ന 1,40,000 രൂപയും 2,47,000 വില വരുന്ന 4 വില കൂടിയ മൊബൈൽ ഫോണുകളും കവർന്നതിനു ശേഷം കടന്നു കളയുകയായിരുന്നു. രാവിലെ കട തുറക്കാനായി എത്തിയ മറ്റൊരു ജീവനക്കാരനാണ് കടയിൽ മോഷണം നടന്ന വിവരം അറിയുന്നത്. പിന്നാലെ കടയുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കടയിലുണ്ടായിരുന്ന CCTV തകരാറ് മൂലം പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ പണം സൂക്ഷിച്ചിരുന്ന മേശയുടെ ഭാഗത്തേക്ക് വെച്ചിരുന്ന CCTVയുടെ സ്വിച്ച് പുറത്തുനിന്നും ഓഫ് ചെയ്തതായി പോലീസ് കണ്ടെത്തി. തുടർന്ന് സമീപത്തെ കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് കടയുടെ തൊട്ടടുത്തായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിന്റെ സമീപം ഇന്നോവ കാർ ഉള്ളതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കടയിലെ ജീവനക്കാരനായ അഭിഷേകിന്റെ ബന്ധുവിന്റെ വാഹനമാണെന്ന് കണ്ടെത്തിയത്. ഈ കടയിലെ സ്റ്റാഫായ അഭിഷേക് എന്ന് പറയുന്ന പയ്യൻ ഇതിൻ്റെ ചാവി, അതായത് നമ്മുടെ ഈ ഷോപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങാവുന്ന ചാവി 1-ാം പ്രതിക്ക് കൊടുക്കുകയും 1-ാം പ്രതി 23-ാം തീയതി വെളുപ്പിന് ഒരു 1:30 മണിയോടുകൂടി 1ഉം 2ഉം പ്രതികൾ വന്ന് 1-ാം പ്രതി കടയ്ക്ക് ഉള്ളിൽ കയറുകയും 4 മൊബൈൽ ഫോണുകൾ, അതിനകത്ത് 2 ഫോൺ ഐഫോണാണ്, ഏകദേശം നല്ല വിലയുള്ള ഐഫോണാണ്. അപ്പോൾ 4 ഫോണുകൾ എടുക്കുകയും ഡ്രോയിൽ സൂക്ഷിച്ചിരുന്ന 1,40,000 രൂപ മോഷണം ചെയ്തുകൊണ്ട് പോയിട്ട് 1ഉം 2ഉം പ്രതികൾ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും മോഷണം മുതൽ ഒളിപ്പിച്ചിരുന്ന മടത്തറയിലെ വാടക വീട്ടിൽ നാസിം സുൽത്താനെ എത്തിക്കുകയും വാട്ടർ ടാങ്കിൽ കവറിൽ സൂക്ഷിച്ചിരുന്ന 4 മൊബൈൽ ഫോണുകളും AC-ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 40,000 രൂപയും കണ്ടെത്തി. 1 ലക്ഷത്തോളം രൂപ സ്വർണം പണയം എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കേസിലെ പ്രതിയായ ആര്യയെ ചണ്ണപ്പെട്ട് ഓന്തപച്ച റൂട്ടിലെ വനമേഖലയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും കട തുറക്കാനായി ഉപയോഗിച്ച ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും അത് സൂക്ഷിച്ചിരുന്ന ബാഗും പോലീസ് കണ്ടെടുത്തു. 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊല്ലം.